കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മുൻപുള്ളത് തന്നെയാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആ ചുമർ ചിത്രത്തിൽ താമരക്കണ്ണനെ പോലെ തന്നെ ഒരു ആലിലക്കണ്ണൻ്റെ ശില്പം, അതായത് ചിത്രം കൂടി നമ്മൾ ചെന്ന് തൊഴുന്ന ശ്രീകോവിലിൻ്റെ വലതുവശത്തായിട്ട് തിടപ്പള്ളിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഫസ്റ്റ് ഭണ്ഡാരം ഇരിക്കുന്ന F1 ഭണ്ഡാരം ഇരിക്കുന്നതിൻ്റെ സൈഡിൽ നിന്നാൽ നേരെ നിന്ന് ഏകദേശം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ ആലിലക്കണ്ണൻ്റെ ശില്പം വരച്ച മ്യൂറൽ പെയിൻറ്റിങ് കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. കളറ് കുറച്ച് ചേഞ്ചായി, അതായത് ആദ്യം വേറെ ഒരു കളറായിരുന്നു, ഇപ്പോൾ കുറച്ച് പച്ച കൂടി ചേർന്ന കളറിലാണ് ആലിലക്കണ്ണൻ അവിടെ കാണുന്നത്. അതുപോലെ ധാരാളം ചിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കാണുന്ന ഭണ്ഡാരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സുധാമാവ്, അതായത് കുചേലനും കണ്ണനും ഇരിക്കുന്ന ആ ഒരു ചെന്ന് ഉള്ള ആദ്യത്തെ ഒരു കാഴ്ചയും കൂടി കാണാം. അപ്പോൾ ഈ ആലിലക്കണ്ണനെ കാണാം, അതുപോലെ ഇതൊക്കെ കാണാം. ആ ചുവർ ചിത്രങ്ങളിൽ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് കാണാൻ, മുൻവശത്ത് അത്ര കാണാൻ സൗകര്യം കിട്ടിയില്ലെങ്കിലും ആലിലക്കണ്ണനെ കാണാൻ സൗകര്യം കിട്ടും. കാരണം നമ്മൾ തിടപ്പള്ളി നോക്കി തൊഴുന്നത് പോലെ ഒന്ന് തിരിഞ്ഞു നിന്നാൽ നേരെ ഭാഗത്തേക്ക് ചുവരിലേക്ക് നോക്കിയാൽ ആദ്യത്തെ ആ ഭണ്ഡാരം ഇരിക്കുന്നതിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ കാണാവുന്ന തരത്തിലാണ് ആലിലക്കണ്ണനെ വരച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു പെയിൻറ്റിംഗ് ആണ്, മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ വരുന്ന ആളുകളൊക്കെ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. കണ്ടാൽ നല്ലതാണ്, കാണാവുന്നതാണ്. പ്രത്യേക ഐതിഹ്യങ്ങളൊന്നുമില്ല, എന്നാലും കാഴ്ചയ്ക്ക് വളരെ മനോഹരമായ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ മറ്റു ശില്പങ്ങളും, അതായത് മറ്റു വരച്ച ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് ആ ഗ്രില്ലിന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറേശ്ശൊക്കെ നിന്ന് ശ്രദ്ധിച്ച് പോരാവുന്ന തരത്തിലാണ് ഓരോ ചുമർ ചിത്രങ്ങളും വരച്ചിട്ടുള്ളത്. ഓരോരോ കാര്യങ്ങളും വരച്ചിട്ടുണ്ട്. നമുക്ക് കാണാവുന്ന തരത്തിൽ ഉള്ള ചിത്രങ്ങളാണ്. അതൊന്ന് കണ്ടു നോക്കുക, നല്ല രസമാണ്. അതായത് ദർശനം കഴിഞ്ഞ ഉടനെ ഓടി പോരണ്ട, അവിടുന്ന് അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പോന്നാൽ മതി എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി വരുന്ന ആളുകളൊക്കെ ഒന്ന് ആ മ്യൂറൽ പെയിൻറ്റിങ് വന്നതിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ താമരക്കണ്ണൻ്റെ സ്ഥാനചലനം പോലെ മറ്റു പല ചിത്രങ്ങൾക്കും സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ നല്ല ചിത്രങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കാണാനുള്ള ഒരു സൗഭാഗ്യം കൂടി ഗുരുവായൂരപ്പൻ തരട്ടെ. ആലിലക്കണ്ണനെ കാണാൻ ശ്രമിക്കുക. അതേപോലെ കുചേലനെയും ശ്രീകൃഷ്ണനെയും കാണാൻ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ കാണാൻ പറ്റൂ. കാരണം ഭണ്ഡാരത്തിൻ്റെ തൊട്ട് പുറകിലാണത് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും കാണാനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.